എടത്വ കൊടുപ്പുന്നയിൽ പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് മരണമടഞ്ഞ അഖിലിന്റെ സംസ്കാരം ഇന്ന്. പാടത്ത് നിന്നിരുന്ന എല്ലാവർക്കും ഇടിമിന്നലിന്റെ ആഘാതമേറ്റെന്നും അഖിലിന്റെ വസ്ത്രങ്ങൾ ചിതറിത്തെറിച്ചെന്നും നാട്ടുകാർ ആരോപിച്ചു. പരിക്കേറ്റ ശരണും പ്രണവും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എടത്വയിൽ നിന്ന് വി വിജയലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് അഖിൽ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. സമീപവാസികൾ ചേരുകയാണ്. എത്ര പിള്ളേരുണ്ടായിരുന്നു ഈ ഭാഗത്ത് കളിക്കാൻ? ഒരു 5-6 പേരുണ്ടായിരുന്നു. കളിക്കാൻ അവര് വന്നേ ഉള്ളു. അന്നേരമാ ഈ മഴക്കാറ് കണ്ടോണ്ട് അവിടെ ഇരുന്ന്. പരിക്കേറ്റയാളുടെ ബന്ധുവാണ്. എങ്ങനെയുണ്ട് ആൾക്ക്? ഞങ്ങൾക്കൊരു ശകലം ബുദ്ധിമുട്ടുണ്ട്. അതിന് രക്തത്തിൽ അല്പം കൂടുതലുണ്ട്. അതിന് അവിടെ താങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ചെന്ന് മറ്റാകാന്ന് പറഞ്ഞൊരു എഴുതി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. എങ്ങനെയുണ്ട് മകനിപ്പോൾ? മകന് കുഴപ്പമില്ല. 3 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഇടിമിന്നലേറ്റതുകൊണ്ട് തന്നെയാണ് പൊള്ളലാണ് എന്ന് പറഞ്ഞിരുന്നോ? പൊള്ളലായിട്ടില്ല, തലയ്ക്കല്ലേ ബാധിച്ചത്. കാര്യം ആ സ്റ്റമ്പിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ബാറ്റ് കൊണ്ട് അടിച്ച് താത്തോണ്ടിരിക്കുമ്പോഴേ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പൊള്ളിയിട്ട് അടി വരെ തെറിച്ചു പോയി, പൊട്ടിയിട്ട് ഇവിടം വരെ. ഇവിടെ നിന്ന് താഴോട്ട് ആ തുണിയാണ് കിടക്കുന്നത്. നമ്മൾ വലിയ സംഘടന ഉണ്ടായി കീറിക്കളയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലായിരുന്നു. എൻ്റെ ഇവിടെ നിന്ന് ഇവിടം വരെ പൊള്ളി. മുഖത്തൊന്നും ഒരു കുഴപ്പമില്ല. എടുക്കുമ്പം തന്നെ ഇവിടുന്ന് ചെവിയിൽ നിന്ന് ചോര പിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൂടുതലായിട്ട് തന്നെ ഒരു മാതിരി. പിന്നെ ഇവിടെ ചെയ്യാവുന്നതിൻ്റെ കാര്യങ്ങൾ അതേ സമയത്ത് തന്നെ ഒരു മഴയും വന്നു. എന്നിട്ട് അവിടെ ഈ വീട്ടിൽ നിന്നൊരു മഞ്ഞ പടതയെടുത്ത് ഞങ്ങളെ മറച്ചിട്ടാണ് CPR കൊടുത്തത്. ഒരാളാണ് മരണപ്പെട്ടത്. എങ്കിൽ പോലും മറ്റു 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. വിജയലക്ഷ്മി, മനോരമ ന്യൂസ്, തിരുവല്ല.